ഒരിക്കലും ഇടിക്കുക, ശക്തമായി തിരുമുക, ആരെയും കൊണ്ട് ചവിട്ടി തിരുമുക, ഇതൊന്നും ചെയ്യാതിരിക്കുക. എപ്പോഴാണ് നമ്മൾ ഈ ഞൊട്ടയിടൽ ഡേഞ്ചറസ് ആയിട്ട് കാണേണ്ടതെന്ന് വെച്ചാൽ സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സ്ഥിരമായിട്ട് ഒത്തിരി ഞൊട്ട കേൾക്കുക, ഇങ്ങനത്തെ കണ്ടീഷനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ പോയി കാണണം. ഈ മസിൽ ക്രാംസ് എന്ന് പറയുന്നതിലെ നമ്മുടെ ബോഡി തരുന്ന എന്തെങ്കിലും ഒരു വാർണിംഗ് സിഗ്നൽ അങ്ങനെ എന്തെങ്കിലും ആണ്? നമസ്കാരം. എല്ലുകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സഞ്ജീവനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ശ്യാമാണ്. വെൽക്കം സർ. സാർ, എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പലപ്പോഴായിട്ടും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മസിൽ ക്രാംസ്. രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ പെട്ടെന്ന് കാലില് മസിൽ കയറി കൊച്ചി പിടിക്കാന്നൊക്കെ പറയും. നമുക്ക് അപ്പോൾ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇത് പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. എന്താണ് ഇങ്ങനെ മസിൽ കയറാനുള്ള ഒരു കാരണം? നമ്മുടെ ഇടയിൽ ഭയങ്കര കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ മസിൽ ക്രാംസ്. അപ്പോൾ എന്താണ് ഈ മസിൽ ക്രാംസ് എന്ന് വെച്ചാൽ, നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ വളരെ വേദനാജനകമായി മസിൽ കൺട്രാക്ട് ചെയ്യുന്നതിനാണ് മസിൽ ക്രാംസ് എന്ന് പറയുന്നത്. ഇത് പല കാരണങ്ങളും കൊണ്ട് വരാം. ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡീഹൈഡ്രേഷൻ, ഇത് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ മസിൽ ക്രാംസ് ഉണ്ടാകും. രണ്ടാമത് മസിൽ ഫറ്റീഗ് എന്ന് പറയും. അതായത് നമ്മൾ രാവിലെ സമയങ്ങൾ മൊത്തം ഒത്തിരി ജോലി ചെയ്ത മസിൽസിനെ ഒത്തിരി വർക്ക് ചെയ്യിച്ച് സ്റ്റെപ്പ് കയറുക, നടക്കുക, ഓടുക, അല്ലെങ്കിൽ അങ്ങനെ മാരത്തോൺ സ്പോർട്സ് അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം പങ്കെടുത്തിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്ക് മസിൽ ഫറ്റീഗ് സംഭവിച്ചിട്ട് മസിൽ ക്രാംസ് വരാം. ഇതല്ലാതെ തന്നെ ഇലക്ട്രോലൈറ്റ്, നമ്മുടെ ശരീരത്തിലുള്ള ലവണധാതുക്കളുടെ കുറവ് കൊണ്ട്, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം, ഇതിൻ്റെയൊക്കെ കുറവ് കൊണ്ട്, ഒരു വ്യതിയാനം കൊണ്ട് മസിൽ ക്രാംസ് വരാം. പ്രഗ്നൻസി സമയത്ത്, അതായത് പ്രഗ്നൻസിയുടെ രണ്ടാമത്തെ പകുതി ഭാഗം, സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും മസിൽ ക്രാംസ് വളരെ കോമൺ ആയിട്ട് വരാറുണ്ട്. പ്രായമായവരിൽ, ചെറുപ്പക്കാരിലെ അപേക്ഷിച്ച് പ്രായമായവരിൽ മസിൽ ക്രാംസ് കൂടുതൽ കാണാറുണ്ട്. പിന്നെ ചില പ്രത്യേക അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ തൈറോയിഡ്, കിഡ്നി ഡിസീസ് ഉള്ളവർക്ക്, ലിവർ ഡിസീസ് ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കും ഈ മസിൽ ക്രാംസ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു മസിൽ കയറി നമ്മളെ കാല് കോച്ച് പിടിച്ചിരുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് എന്താണ് അതിന് മുക്തിയാവാനായിട്ട് ചെയ്യാൻ പറ്റും? ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യേണ്ടത് ആ പിടിച്ചിരിക്കുന്ന മസിലിനെ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏറ്റവും കോമൺ ആയിട്ട് മസിൽ ക്രാംസ് ഉണ്ട് നമ്മുടെ കാഫ് അല്ലെങ്കിൽ വണ്ണയിലെ മസിൽസിനാണ്, കാലിൻ്റെ വണ്ണയ്ക്ക് മസിൽ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ മസിൽ ക്രാംസ് അനുഭവപ്പെടുമ്പോൾ മുട്ട് നൂർത്ത് പിടിക്കുക, എന്നിട്ട് കാലിൻ്റെ വിരലുകളും കാലിൻ്റെ കുഴയും മുകളിലോട്ട് വലിച്ചു പിടിക്കുക. ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ കാഫ് മസിൽസ് സ്ട്രെച്ച് ആവും. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആ മസിൽസിനെ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളത്. പിന്നെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം, ചെറിയ ചൂട് അപ്ലൈ ചെയ്യുക. ഒരിക്കലും ഇടിക്കുക, ശക്തമായി തിരുമുക, ആരെയും കൊണ്ട് ചവിട്ടി തിരുമുക, ഇതൊന്നും ചെയ്യാതിരിക്കുക. സിമ്പിളായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ പാടായിരിക്കും, പക്ഷേ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് കഴിയുന്നത് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ ഈ മസിൽ ക്രാംസ് മാറും. ഈ മസിൽ ക്രാംസ് എന്ന് പറയുന്നതിലെ നമ്മുടെ ബോഡി തരുന്ന എന്തെങ്കിലും ഒരു വാർണിംഗ് സിഗ്നൽ അങ്ങനെ എന്തെങ്കിലും ആണ്? ഭൂരിഭാഗം സമയം മസിൽ ക്രാംസ് നോർമലാണ്. പ്രത്യേകിച്ച് ഒരു അസുഖങ്ങളും ഇല്ലാത്ത ആൾക്കാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു ദിവസം വെള്ളം കുടിച്ചില്ല, ഡീഹൈഡ്രേഷൻ വരിക, അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ ഒരു ദിവസം ഭയങ്കര ഹെക്റ്റിക് ആയിട്ടൊരു ജോബ്, ഒത്തിരി നടന്നു, അല്ലെങ്കിൽ സ്പോർട്സിൽ എന്തെങ്കിലും പങ്കെടുത്തു, അങ്ങനെയൊക്കെ വന്നാൽ മസിൽ ക്രാംസ് വരും. 99% ആൾക്കാർക്കും പ്രത്യേകിച്ച് ഒരു കാരണങ്ങൾ, ഇങ്ങനത്തെ സിമ്പിൾ കാരണങ്ങൾ കൊണ്ടാണ് മസിൽ ക്രാംസ് വരുന്നത്. എപ്പോഴാണ് മസിൽ ക്രാംസ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, ചില കണ്ടീഷൻ, മസിൽ ക്രാംസ് വന്ന് സാധാരണഗതിയിൽ 30 സെക്കൻഡ് മുതൽ ഒരു 2 മിനിറ്റിനകം മസിൽ ക്രാംസ് മാറാതെ നിൽക്കുക. മസിൽ ക്രാംസ് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ട് മാറാതെ നിൽക്കുക. അല്ലെങ്കിൽ മസിൽ ക്രാംസ് വന്നതിൻ്റെ കൂടെ തന്നെ ആ കാലുകൾക്ക് അല്ലെങ്കിൽ കൈന് ബലക്ഷയം സംഭവിക്കുക, അല്ലെങ്കിൽ പെരുപ്പ്, അല്ലെങ്കിൽ സൂചി കുത്തുന്ന പോലെയുള്ള വേദന, ഇതെല്ലാം ഈ ഞരമ്പുകളുടെ അസുഖമാണ് അതൊക്കെ കാണിക്കുന്നത്. നാലാമത്തെ കാര്യം, സാധാരണ നമുക്ക് ഒരു സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് മാത്രമേ, ഇപ്പോൾ കാലിൻ്റെ മസിൽ അല്ലെങ്കിൽ തുടയുടെ മസിൽ, ഇതൊക്കെ മാത്രമേ ക്രാംസ് ആയിട്ട് വരാറുള്ളൂ. ശരീരത്തിൽ പല ഭാഗങ്ങളിലെ മസിൽ ഉരുണ്ട് കയറുക, ക്രാംസ് വരിക, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അഞ്ചാമത്, എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു മരുന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് മസിൽ ക്രാംസ് വന്നത്. ചില മരുന്നുകൾ മസിൽ ക്രാംസ് ഉണ്ടാക്കാനായിട്ട് പ്രവണ. ഫോർ എക്സാമ്പിൾ ഇപ്പം കൊളസ്ട്രോളിൻ്റെ ഗുളിക, സ്റ്റാറ്റിൻസ് കഴിക്കുന്നവർ, അല്ലെങ്കിൽ യൂറിൻ പോകാനായിട്ടുള്ള മരുന്ന് ഡയൂറിറ്റിക്സ് കഴിക്കുന്നവർ, അല്ലെങ്കിൽ പ്രഷറിൻ്റെ ഗുളിക, നിഫിഡിപ്പിൻ പോലത്തെ മരുന്ന്, ഇങ്ങനത്തെ ചില മരുന്നുകൾ മസിൽ ക്രാംസിനെ ഉണ്ടാക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയതായിട്ടൊരു മരുന്ന് തുടങ്ങിയതിന് ശേഷമാണോ മസിൽ ക്രാംസ് നമുക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയത്, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അപ്പം തന്നെ നമ്മൾ പോയി ഡോക്ടറെ ചെന്ന് കണ്ട് ഒന്നുകിൽ മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ മരുന്നിലേക്ക് മാറ്റുകയോ ചെയ്യാം. ഇങ്ങനെ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നമ്മൾ എപ്പോഴും മസിൽ ക്രാംസിനെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഡോക്ടറെ പോയി കണ്ട് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എന്തുകൊണ്ടാണ് ഈ മസിൽ ക്രാംസ് വരുന്നത്?
ഇതിന് മസിൽ ക്രാംസ് ശരിക്കും പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്, നമ്മുടെ സോഡിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം പോലത്തെ ഇലക്ട്രോലൈറ്റിൻ്റെ ഇംബാലൻസ് കാരണമാണ് മസിൽ ക്രാംസ് വന്നതെന്ന് പണ്ടത്തെ ഒരു ചിന്ത. പക്ഷേ അത് മാറി. പുതിയതെന്ന് വെച്ചാൽ ഈവൻ മസിൽ ക്രാംസ് വരുന്ന വലിയ അത്ലറ്റ്സ് ആണെങ്കിലും മാരത്തോൺ റണ്ണേഴ്സ് ആണെങ്കിലും സ്ഥിരമായിട്ട് മസിൽ ക്രാംസ് വരുന്ന ആൾക്കാരിലൊക്കെ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പലരിലും ഭൂരിഭാഗം ആൾക്കാർക്ക് ഇലക്ട്രോലൈറ്റ്സ് നോർമലായിരിക്കും, പക്ഷേ എന്നാലും അവർക്ക് മസിൽ ക്രാംസ് വരുന്നുണ്ട്. അപ്പം പുതിയ പഠനങ്ങൾ പറയുന്നത് ബേസിക്കലി അതിനെ ഞാൻ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ മസിലിൽ 2 തരത്തിലുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് മസിൽ സ്പിൻഡിൽ എന്ന് പറയുന്ന റിസപ്റ്റേഴ്സും ഗോൾഗി ടെൻഡൻ ബോഡീസ് എന്ന് പറയുന്ന റിസപ്റ്റേഴ്സ്. ഇത് മസിൽ സ്പിൻഡിൽ എന്ന് പറയുന്ന റിസപ്റ്റേഴ്സ് മസിലിനെ കൺട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഗോൾഗി ടെൻഡൻ എന്ന് പറയുന്ന റിസപ്റ്റേഴ്സ് മസിലിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്ന 2 റിസപ്റ്റേഴ്സാണ്. ഇത് തമ്മിലൊരു ബാലൻസിലാണ് നോർമലി നമ്മുടെ മസിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ പ്രായമാവുക അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും മരുന്നെടുക്കുക, ഈ അവസ്ഥകളിലൊക്കെ അല്ലെങ്കിൽ കിഡ്നി ഡിസീസിൽ ഇവരൊക്കെ ഈ ഒരു ഇംബാലൻസ് സംഭവിക്കും ഈ 2 റിസപ്റ്റേഴ്സ്. അപ്പം മസിൽ സ്പിൻഡിൽ കൂടുതൽ പ്രവർത്തിക്കുകയും അതനുസരിച്ച് ഗോൾഗി ടെൻഡൻ റിസപ്റ്റേഴ്സ് കുറവ് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് മസിൽസ് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കാതെ കൺട്രാക്ട് ചെയ്യും, പെയിൻഫുൾ കണ്ടീഷൻ ആവുകയും ചെയ്യും. അതാണ് ഇപ്പം പുതിയതായിട്ട് നമ്മുടെ പല പഠനങ്ങളും തെളിയിക്കുന്ന മസിൽ ക്രാംസിൻ്റെ കാരണങ്ങൾ. ഡോക്ടർ, നമ്മൾ പല ആളുകളും ഇപ്പൊ ടെൻഷനൊക്കെ വരുമ്പോ കൈയുടെ ഈ വിരലുകൾ ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു ഇതുണ്ട്. അതുപോലെ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ നമ്മള് ഈ മുട്ടിന്റെ ഇവിടെ നിന്നൊക്കെ ഒരു സൗണ്ട് കേൾക്കും. ആക്ച്വലി അതെന്താ സംഭവം? എന്തുകൊണ്ട് അങ്ങനത്തെ സൗണ്ട്? ഞൊട്ടയിടുക എന്ന് പറയും. അത് ബേസിക്കലി നമ്മുടെ ജോയിൻസിന് ചുറ്റും ഒരു ക്യാപ്സ്യൂളുണ്ട്, ഒരു പാടയുണ്ട്. ഈ ക്യാപ്സ്യൂളിനകത്ത് ജോയിൻ്റ് സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡുണ്ട്. ഈ ഫ്ലൂയിഡിനകത്ത് കുറച്ച് എയർ ബബിൾസ്, എയർ അകത്ത് ലയിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞൊട്ടയിടാനായിട്ട് കൈ മടക്കുമ്പോഴത്തേക്ക് ആ ജോയിൻറ്റിനകത്തുള്ള പ്രഷർ കൂടും. ഈ ജോയിൻറ്റിനകത്തുള്ള പ്രഷർ കൂടുമ്പോഴത്തേക്ക് ഈ ജോയിൻറ്റിൻ്റെ അകത്ത് കിടന്ന ഫ്ലൂയിഡിനകത്ത് അലിഞ്ഞിരിക്കുന്ന എയർ ബബിൾസ് പുറത്ത് വന്ന് പൊട്ടും. അതിനെ ക്യാവിറ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ എയർ ബബിൾ പൊട്ടുന്ന, നൈട്രജൻ ബബിൾസ് പൊട്ടുന്ന ശബ്ദമാണ് നമ്മൾ ഞൊട്ടയായിട്ട് കേൾക്കുന്നത്. അത് പ്രത്യേകിച്ച് അതൊരു രോഗത്തിൻ്റെ ഒരു ലക്ഷണമല്ല. പക്ഷേ ശ്രദ്ധിക്കാനുള്ള ഈ മുട്ടിനകത്തൊക്കെ ചിലപ്പം ഈ ഞൊട്ടയിടാൻ ടക്ക് ടക്ക് ശബ്ദം അതിന് സ്നാപ്പിംഗ് എന്ന് പറയും. ഈ ഞൊട്ട അല്ലാതെ തന്നെ ചിലപ്പം മുട്ടിന് ചുറ്റുമുള്ള ഈ മസിലിനെയും ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ടെൻഡൻ എന്ന് പറയുന്ന ഒരു ടിഷ്യൂ ഉണ്ട്. ഈ ടെൻഡൻ മുട്ടിൻ്റെ എല്ലിൻ്റെ പുറത്തേക്ക് കൂടെ സ്ലൈഡ് ചെയ്യുമ്പോഴും ഈ സ്നാപ്പിംഗ് ശബ്ദം കേൾക്കാം. എപ്പോഴാണ് നമ്മൾ ഈ ഞൊട്ടയിടൽ ഒരു ഡേഞ്ചറസ് സൈനായിട്ട് കാണേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ഈ ഞൊട്ടയിടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സിവിയറായിട്ടുള്ള വേദന അനുഭവപ്പെടുക. പിന്നെ രണ്ടാമത് ഈ ഞൊട്ടയിടുമ്പം ആ ജോയിൻറ്റ് ലോക്കാകുക അല്ലെങ്കിൽ ജോയിൻറ്റ് ജാമായി പോവുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സ്ഥിരമായിട്ട് ഒത്തിരി ഞൊട്ട കേൾക്കുക. ഇങ്ങനത്തെ കണ്ടീഷനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ പോയി കാണണം.